കലൈഞ്ചറും ഖായിദെമില്ലത്തും. അതൊരു സത്യപ്രതിജ്ഞാ ചടങ്ങായിരുന്നു. CN അണ്ണാദുരൈയുടെ നിര്യാണത്തിനു ശേഷം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി M കരുണാനിധി അധികാരമേറ്റ ദിവസം. സാധാരണയായി അധികാരം കൈവന്നാൽ നേതാക്കൾ ആദ്യമോടുക സെക്രട്ടേറിയറ്റിലെ ഫയലുകളിലേക്കോ ആഘോഷങ്ങളിലേക്കോ ആണ്. എന്നാൽ കലൈഞ്ചർ കരുണാനിധി അന്ന് തന്റെ മന്ത്രിമാരോടൊപ്പം ആദ്യം പോകാൻ നിശ്ചയിച്ചത് മറ്റൊരിടത്തേക്കായിരുന്നു. അത് തലൈവർ ഖായിദെമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ വീട്ടിലേക്കായിരുന്നു. ദയാമൻസിലിലെ ആ പഴയ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ലളിതമായിരുന്നു. തന്റെ ചാരുകസേരയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു ഖായിദെമില്ലത്ത്. പെട്ടെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂട്ടമായി വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ട് അദ്ദേഹം അമ്പരന്നുപോയി. പരിഭ്രമത്തോടെ അദ്ദേഹം പറഞ്ഞു, "ഇവിടെ സൗകര്യങ്ങൾ കുറവാണ്. നിങ്ങൾക്കിരിക്കാൻ കസേരകളില്ല, കുടിക്കാൻ ചായ പോലുമില്ലല്ലോ." അദ്ദേഹത്തിന്റെ വേവലാതി കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കരുണാനിധി മറുപടി നൽകി, "തലൈവരെ, ഞങ്ങൾ ഇരിക്കാനോ കാപ്പി കുടിക്കാനോ വന്നതല്ല, അനുഗ്രഹം വാങ്ങാൻ വന്നവരാണ്. ഇന്ന് ഞങ്ങൾ ആദ്യമായി ഓഫീസുകളിൽ പോവുകയാണ്. ഞങ്ങൾക്കിന്ന് അണ്ണാ കൂടെയില്ല. ഞങ്ങൾക്കാകെയുള്ളത് അങ്ങാണ്, തലൈവരായി." അധികാരത്തിന്റെ ഗർവില്ലാത്ത ഹൃദയം തൊട്ടുള്ള ആ വാക്കുകൾ ഒരു വലിയ സൗഹൃദത്തിന്റെ വിളംബരമായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം മദ്രാസിലെ സ്റ്റാൻലി ആശുപത്രിയിലെ രോഗശയ്യയിൽ കിടക്കുമ്പോഴും ആ സ്നേഹം മായാതെ നിന്നു. തന്നെ കാണാനെത്തിയ കരുണാനിധിയോട് ഖായിദെമില്ലത്ത് അവസാനമായി പറഞ്ഞത്, "എന്റെ സമുദായത്തിന് അങ്ങ് ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് നന്ദി" എന്നായിരുന്നു. ആ വലിയ മനുഷ്യൻ വിടവാങ്ങിയപ്പോൾ ന്യൂ കോളേജ് മുതൽ വാലാജിയ മസ്ജിദിലെ ഖബറിസ്ഥാൻ വരെ കിലോമീറ്ററുകളോളം ആ ഭൗതിക ശരീരത്തെ കാൽനടയായി അനുഗമിച്ച കലൈഞ്ചറുടെ ചിത്രം ഇന്നും തമിഴ് രാഷ്ട്രീയത്തിലെ മായാത്ത ഓർമ്മയാണ്. ഈ ബന്ധം വെറും വോട്ട് ബാങ്കിനു വേണ്ടിയുള്ള ഒന്നായിരുന്നില്ല. മറിച്ച് തലമുറകളായി കൈമാറി വന്ന ആദരവിനും വിശ്വാസത്തിനും മുകളിൽ കെട്ടിപ്പടുത്തതാണ്. DMKയെ കൈവിടില്ല. ഇന്നലെ കരുണാനിധിയോടൊപ്പം, ഇന്ന് സ്റ്റാലിനൊപ്പം, നാളെയും സ്റ്റാലിനൊപ്പം.